ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൂൺസ് കിച്ചൻ. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ നല്ല കമൻസൊക്കെ ഇങ്ങനെ വായിക്കുമ്പോഴാണ് ചിക്കൻ ചീസി ഷവർമ റെസിപ്പി കാണിക്കണേ എന്ന് പറഞ്ഞിട്ടൊരാൾ ഒരു കമൻറ്റ് ഇട്ടത്. അപ്പോൾ എന്തായാലും കുറേ ദിവസമായി വിചാരിക്കുന്നു ചീസി ഷവർമ ഉണ്ടാക്കണം എന്നുള്ളത്. നമ്മൾ ഷവർമ കുറേ ഉണ്ടാക്കിയതും കഴിച്ചിട്ടുമൊക്കെ ഉണ്ട്, വീട്ടിൽ നിന്ന് പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ടില്ലേ. അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്തായാലും ആ ഒരു റെസിപ്പി തന്നെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇന്നത്തേത് ചിക്കൻ ചീസി ഷവർമ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നോർമലായിട്ടുള്ളത്, ഒരുപാട് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നുമില്ല, നോർമലായിട്ട് ഉണ്ടാക്കുന്നൊരു റെസിപ്പി തന്നെയാണ്. പല വെറൈറ്റീസിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇന്ന് വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്ക്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പിന്നെ ഷവർമക്ക് വേണ്ടിയിട്ടുള്ള കുബൂസ് ഞാൻ ഓൾറെഡി വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തതുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ അത് കാണിക്കുന്നില്ല. വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളതൊന്ന് പോയിട്ട് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഈ ഷവർമക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഞാൻ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചതിന് ശേഷം എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വേവിക്കാണ്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നോർമലി വേവിച്ചിട്ടാണ് പൊരിച്ചെടുത്തത്. നല്ല മൊരിച്ചിട്ട് പൊരിച്ചെടുത്താൽ മതി. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, കുറച്ച് ക്യാബേജ് ചോപ്പ് ചെയ്തത്, സവാള ചോപ്പ് ചെയ്തത്, കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് നമ്മുടെ മൊസറല്ല ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. അതല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ സ്ലൈസ്ഡ് ചീസും എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ആദ്യം ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് മയണൈസായിട്ട് മിക്സാക്കി വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് ക്യാബേജ്, കുറച്ച് ക്യാരറ്റ്, അതുപോലെ തന്നെ സവാള, ക്യാപ്സിക്കം ഒക്കെ ചേർത്തിട്ട് മയണൈസുമായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മിക്സിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് തഹിനി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം, കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം, അതല്ല കുറച്ച് പിസ്സ സോസ് ചേർത്തിട്ട് മിക്സ് ആക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണോ ടേസ്റ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഷവർമ റോൾ ചെയ്തെടുക്കുക. അപ്പം ഞാനിപ്പോൾ ഒരു കുബൂസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. ഈ ടൊമാറ്റോ സോസ് ഞാനിപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ടൊമാറ്റോ സോസാണ്. ഇതിൻ്റെയും വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ടൊമാറ്റോ സോസിൻ്റെ കൂടെ കുറച്ചും കൂടെ മയണൈസും കൂടെ ഇട്ടൊന്ന് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ കുബൂസിൽ എല്ലാ ഭാഗത്തും ഞാൻ ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്തിട്ടുള്ള മൊസറല്ല ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, അടുത്തതായിട്ട് നമ്മൾ നേരത്തെ വെജിറ്റബിൾസൊക്കെ മയണൈസിൽ മിക്സ് ആക്കിയില്ലേ, അതൊരു സൈഡിലായിട്ട് നീളത്തിലിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫൈനലി കുറച്ചും കൂടെ ചീസ് ഞാൻ ഗ്രേറ്റ് ചെയ്തത് മുകളിൽ ഇങ്ങനെ വിതറി കൊടുത്തിട്ട് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പം റോളായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു സൈഡിലായിട്ട് വെക്കുന്നത്. അതല്ലാണ്ട് നമുക്ക് ഒരു പ്ലേറ്റ് ഷവർമയൊക്കെ കിട്ടുന്നില്ല, അതേപോലെ മൊത്തത്തിലായിട്ടും അങ്ങനെയും ഉണ്ടാക്കാം. അപ്പം ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റ് ഷവർമ പോലെയാണ് ഉണ്ടാക്കുന്നത്. ചീസ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള വെജിറ്റബിൾസ് മയണൈസ് മിക്സ് ഉണ്ടല്ലോ, അതും മുഴുവനായി എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ അതും മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം അരിഞ്ഞത് വെച്ച് കൊടുക്കാം. പിന്നെ ഈ മയണൈസിൻ്റെ മിക്സിലേക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ ചിക്കനും കൂടെ മിക്സാക്കി കൊടുക്കാം. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഞാനിങ്ങനെ വെച്ചോന്നേ ഉള്ളൂ. ഇനിയിപ്പം ഫൈനലി ഇതിൻ്റെ മുകളിലും കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തത് വെച്ചിട്ട് വേറൊരു കുബൂസ് വെച്ച് കവർ ചെയ്യാം. ഇനിയിപ്പം ഈ ചീസ് ഒന്ന് മെൽറ്റ് ആവാനായിട്ട് ഞാനിപ്പോൾ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാനിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ ഷവർമ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗവും ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ഭാഗം ഒന്ന് കളറായി ഒന്ന് മുരിഞ്ഞ് വരുന്നു എന്ന് കാണുമ്പം അടുത്ത സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നോളും. അങ്ങനെ ഇതാ ഈ ഷവർമ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം റോളും കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം.
അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീസി ചിക്കൻ ഷവർമ ഇവിടെ റെഡിയായി. ഇനിയിപ്പം നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം. ഞാനിപ്പം കാണിച്ചത് ഒരു വെറൈറ്റിയാണ്. അതേപോലെ തന്നെ വേറെ പല രീതിയിലും നമുക്ക് ഈ ഒരു ഷവർമ, ചീസി ഷവർമ ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയുള്ള പല റെസിപ്പീസും ഇനിയും നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അപ്പോഴൊക്കെ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ എന്താ, പുതിയ റെസിപ്പീസും ടിപ്സും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്കിനിയും കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൻ. ടേക്ക് കെയർ ആൻഡ് ബൈ. ടാറ്റാ.